ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 25 നടന്ന 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ വർക്ക്ഷീറ്റാണ്. നമുക്ക് നോക്കാം. ഇതൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ്. മേക്ക് എ റിഡിൽ അബൌട്ട് എനി വൺ ഓഫ് ദ വാട്ടർ ആനിമൽസ്, റീഡ് ദ പാസേജ് എ ഡേ വിത്ത് അന, പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ കറക്റ്റ് കോളംസ്. നോക്കാം, നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. മേക്ക് എ റിഡിൽ അബൌട്ട് എനി വൺ ഓഫ് ദ വാട്ടർ ആനിമൽസ്. I am the largest animal in the planet. I am larger than 30 elephants. Who am I? ഉത്തരം blue whale. രണ്ടാമതൊരെണ്ണം നോക്കാം. I have 8 legs. I have 3 hearts with blue blood. Who am I? Answer octopus. മൂന്നാമത്തെ നോക്കാം. My skin can produce shock. I look like a snake. Who am I? Answer eel. അടുത്ത നോക്കിയാലോ. ഐ ലിവ് ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ്. ഐ ഈറ്റ് ഫിഷ് ആൻഡ് ബേർഡ്സ്. ഐ ഹാവ് 4 legs ആൻഡ് ലോങ് ടെയിൽ. ഐ ഹാവ് ലോട്ട്സ് ഓഫ് പ്രെറ്റി ടീത്ത്. ആൻസർ ക്രോക്കഡൈൽ. അപ്പോൾ ഇത് ഇത്രയും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെക്കുറിച്ചുള്ള റിഡിൽസാണ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നു? റീഡ് ദ പാസേജ് എ ഡേ വിത്ത് ആന. എ ഡേ വിത്ത് ആന. One Sunday morning, Anna went to play with her friends Vrinda and Arun. Aunt Arundhati made some paper boats for them. They walked towards the pond. Hey, it's full of water. Arun jumped with joy. He put his paper boat, fishing net, bottle, hook, and shirt on the bank and dived into the pond. Anna and her friends clapped their hands. There were red fish, frogs, crabs, and small tortoises in the pond. Suddenly, it started raining. They ran to Anna's house. ഇതായിരുന്നു എ ഡേ വിത്ത് ആന എന്ന പാസേജ്. എന്തായിരുന്നു ആ പാസേജ്? വൺ സൺഡേ മോർണിംഗ് ആന വെൻറ്റ് ടു പ്ലേ വിത്ത് ഹർ ഫ്രണ്ട്സ് വൃന്ദ ആൻഡ് അരുൺ. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ അന്ന അവളുടെ കൂട്ടുകാരായ വൃന്ദയും അരുണുമായി കളിക്കാനായി പോയി. ആണ്ട് അരുന്ധതി മെയ്ഡ് സം പേപ്പർ ബോട്ട്സ് ഫോർ ദം. ആണ്ട് അരുന്ധതി എന്തുണ്ടാക്കി കൊടുത്തു? കുറച്ച് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി കൊടുത്തു. ദേ വാക്ക് ടുവേർഡ്സ് ദ പോണ്ട്. അവർ കുളത്തിനടുത്തേക്ക് പോയി. ഹേ, ഇറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ. നിറയെ വെള്ളമാണല്ലോ എന്ന് കരുതി അരുൺ ജംപ്ഡ് വിത്ത് ജോയ്. അരുൺ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹി പുട്ട് ഹിസ് പേപ്പർ ബോട്ട്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഹൂക്ക് ആൻഡ് ഷർട്ട് ഓൺ ദ ബാങ്ക് ആൻഡ് ഡൈവ്ഡ് ഇൻ ടു ദ പോണ്ട്. അരുൺ എന്ത് ചെയ്തു? അവൻ്റെ പേപ്പർ ബോട്ടും ഫിഷിംഗ് നെറ്റും ബോട്ടിലും ഹൂക്കും ഷർട്ടും എല്ലാം കരയിൽ വെച്ചിട്ട് കുളത്തിലേക്ക് എടുത്തു ചാടി. അന ആൻഡ് ഹർ ഫ്രണ്ട്സ് ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. അനയും അവളുടെ കൂട്ടുകാരും എന്ത് ചെയ്തു? ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. അവരുടെ കൈകൾ കൊട്ടി. There were red fish, frogs, crabs and small tortoises in the pond. കുളത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? റെഡ് ഫിഷ് ഉണ്ടായിരുന്നു, ഫ്രോഗ്സ് ഉണ്ടായിരുന്നു, ക്രാബ്സ് ഉണ്ടായിരുന്നു, അതുപോലെ സ്മോൾ ടൊട്ടോയ്സ് ഉണ്ടായിരുന്നു. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് എന്ത് ചെയ്തു? മഴ പെയ്യാൻ തുടങ്ങി. ദി റാൻ ടു അനാസ് ഹൗസ്. അവരെന്ത് ചെയ്തു? അന്നയുടെ വീട്ടിലേക്ക് ഓടി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ കറക്റ്റ് കോളംസ്. അപ്പോൾ ഈ പാസേജിൽ കുറച്ച് പാസേജിൽ നിന്ന് 4 ടൈപ്പ് വാക്കുകൾ നമുക്ക് കണ്ടുപിടിച്ച് അത് ശരിയായ കോളങ്ങളിൽ എഴുതണം. എന്തൊക്കെയായിരുന്നു 4 ടൈപ്പ് വാക്കുകൾ? എന്തൊക്കെയായിരുന്നു? നെയിം ഓഫ് ഒബ്ജക്ട്സ്. അതിനകത്ത് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുകൾ എഴുതുക. ആക്ഷൻ വേർഡ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു ആക്ഷൻ വേർഡ്സ്. അതുപോലെ ക്യാരക്ടേഴ്സ്. അതിനകത്ത് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. അതുപോലെ ആനിമൽസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആനിമൽസിൻ്റെ പേരുകൾ എഴുതുക. അപ്പം നെയിം ഓഫ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ടീച്ചർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഹൂക്ക്. അതുപോലെ വേറെ എന്തൊക്കെ ഒബ്ജക്ട്സ് അതിനകത്ത് തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നെയിം ഓഫ് ഒബ്ജക്ട്സിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? പേപ്പർ ബോട്ട്സ്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഷർട്ട്. ഇതിത്രയും നമുക്ക് നെയിം ഓഫ് ഒബ്ജക്ട്സിൽ എഴുതാം. ആക്ഷൻ വേർഡ്സ്.
പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർബ്സ് ഏതൊക്കെയാണ്? വെൻറ്റ്, പ്ലേ, മെയ്ഡ്, വാക്ക്ഡ്, ജംപ്ഡ്, ഡൈവ്ഡ്, ക്ലാപ്ഡ്, പുട്ട്, സ്റ്റാർട്ടഡ്, റാൻ. ഇത് ഇത്രയും നമുക്ക് ആക്ഷൻ വേർഡ്സിൻ്റെ കൂട്ടത്തിൽ എഴുതാം. ഇനി ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ആന, വൃന്ദ, അരുൺ, അതുപോലെ ആണ്ട് അരുന്ധതി. അനിമൽസോ? ഫിഷ്, ഫ്രോഗ്, ക്രാബ്, ടർട്ടോയ്സ്. ഇനിയുണ്ടല്ലോ ഫിഷ്, റെഡ് ഫിഷ്. ഓക്കെ, ഇത്രയാണ് അതിനകത്തുള്ള ആനിമൽസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആ കോളം അങ്ങ് ഫില്ല് ചെയ്യാം. അപ്പം ഇതായിരുന്നു 25-ാം തീയതിയിലത്തെ ആക്ടിവിറ്റീസ്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.